ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 28/2/2025 വെള്ളിയാഴ്ച 22,127 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,194 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഏകദേശം 67 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് പ്ലസിലാണ്. അവിടെ നിന്നും നിഫ്റ്റി വളരെ വേഗം അപ്പർ സൈഡിലോട്ട് മൂവ് ചെയ്തു. 22,261 എന്ന ലെവൽ, ഏതാണ്ട് 100 പോയിന്റിന് അടുക്കെയുള്ള ഒരു മൂവാണ് നമുക്ക് ലഭിച്ചത്. 100 തികച്ചില്ല എങ്കിൽ പോലും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന ലെവലിലോട്ട് നിഫ്റ്റിക്ക് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ഫാളിംഗ് ഡേയിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് കൃത്യമായി പ്രതീക്ഷിച്ച് നിന്ന ഏതൊരാൾക്കും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് അപ്വേർഡ് ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് തന്നെ അപ്വേർഡ് മൂവ് ചെയ്യാനുള്ള ഒരു ചെറിയ പരിശ്രമം നടത്തിയെങ്കിൽ പോലും ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതൊരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നത് എന്നറിയാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയിരുന്നെങ്കിൽ വീണ്ടും ഡൗൺ സൈഡിലേക്കാണ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിന് താഴോട്ടുള്ള ലെവലുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. എങ്കിലും ഈ ലെവൽ എപ്പോഴും ഒരു റിപ്പൽഷൻ അപ്വേർഡ് സൈഡിലേക്ക് അപ്വേർഡ് ഒരു റിജക്ഷൻ തരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വീണ്ടും കിട്ടിയ അപ്പ് മൂവ് വീണ്ടും എൻട്രി എടുത്ത് നമ്മുടെ പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ, സപ്പോർട്ട് എന്നത് റെസിസ്റ്റൻസ് ആയി മാറി. അപ്പോൾ അതിന് മുകളിലോട്ട് ഈ ലെവലിലൊക്കെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമെന്ന് കരുതിയ ഏതൊരാൾക്കും പിന്നീടും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു. ഡേയ്സ് ലോ അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെ ടാർഗറ്റ് പിന്നെയും കിട്ടി. എന്നാൽ ഇവിടെ നിന്നും വളരെ വ്യക്തമായി പ്രൈസ് റിവേഴ്സ് ആവുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് റീസെൻറ്റ് രേഖപ്പെടുത്തിയ ഹൈ ആണ്. ആ ഹൈക്ക് മുകളിലോട്ട്, അതായത് നമ്മളുടെ മേജർ സപ്പോർട്ടായി നമ്മൾ ഇന്നത്തേക്കുള്ള പ്ലാനിൽ രേഖപ്പെടുത്തിയിരുന്ന അത് റെസിസ്റ്റൻസ് ആയി അത് ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലോട്ട് ക്ലോസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ തരത്തിൽ കൃത്യമായി നിരീക്ഷിച്ച് ട്രേഡ് പ്രൈസ് ആക്ഷൻ പ്രകാരം ക്യാൻഡിൽ വായിക്കാനും അതിനെ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന ഏതൊരാൾക്കും നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. മോശമല്ലാത്ത പ്രോഫിറ്റ് പലരും എടുത്തിട്ടുണ്ട്. ഈ ലെവലിലെല്ലാം ഇത് ആദ്യമേ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് വന്നിട്ടും ഈ ലെവലിന് മുകളിൽ കയറി ഹോൾഡ് ആയേക്കും എന്ന പ്രതീക്ഷ കൊണ്ട് ട്രേഡ് എക്സിറ്റ് ആവാതെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്ത പലർക്കും ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ട്രെൻഡ് തിരിച്ചറിഞ്ഞ് അവർ ആ കിട്ടിയ ലോസിനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റിലോട്ട് ട്രേഡ് ക്ലോസ് ചെയ്യാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. പലർക്കും എന്നല്ല, എനിക്ക് കിട്ടിയ P&Lകളിൽ ഇത്തരത്തിലൊരു ബൈങ് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയ എല്ലാവർക്കും ആ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 4-5 ട്രേഡ് എടുത്തവരൊക്കെ വളരെ വ്യക്തമായ പ്രോഫിറ്റോടുകൂടി കൃത്യമായി ട്രേഡ് ചെയ്തതിൻ്റെ P&Lകളും ലഭിച്ചിരുന്നു. എന്തായിരുന്നാലും ഇന്ന് 22,000 എന്ന ലെവൽ ഹോൾഡ് ചെയ്ത് നിഫ്റ്റി മൂവ് ചെയ്തെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ആണ് നൽകിയത്. എങ്കിലും സെല്ലിങ് ശക്തമായി വന്നാൽ പോലും ഇവിടെയെല്ലാം കൃത്യമായും ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് നേടാൻ പലർക്കും സാധ്യമായിട്ടുണ്ട് എന്ന് കാണുന്നത് വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 22,129 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടുകളായി 22,092, 56 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൈനർ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 22,281 എന്ന ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റു മുകളിലോട്ടുള്ള യാതൊരു ലെവലുകളും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലുകളും ഞാൻ കാര്യമായ ചേഞ്ചുകൾ വരുത്തിയിട്ടില്ല. ഇന്ന് മൂവ് ചെയ്ത ചില ലെവലുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ അത്തരത്തിലുള്ള ഒരു മൂവാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അതിനെ ഒരു പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് ഈ ലെവൽ 22,281 എന്ന ലെവലാണ്. എന്നാൽ അതിന് മുന്നോടിയായി ഇന്നത്തെ ഉയരം രേഖപ്പെടുത്തിയാലും
അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്താലും ഓക്കെയാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാനൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. ഈ തരത്തിലൊരു മൂവിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ, അപ്പോൾ ഡയറക്ഷനാണ് കിട്ടുന്നതെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ പ്രധാന സ്റ്റോപ്പ് ലോസുകളായി കണ്ടുകൊണ്ട് അവിടെ നമുക്ക് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ചെയ്യാം. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 22,056 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ് ആദ്യം ലഭിക്കേണ്ടത്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്നാൽ ഒരുപക്ഷെ ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിച്ചേക്കാം. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രൈസ് വീക്കായി എന്നതിന് നമ്മൾ കാണണം. ഇൻഡെക്സ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് പോയേക്കാം എന്നാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 48,138 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 48,008 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് 48,532 ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ മൈനർ റെസിസ്റ്റൻസ് എന്ന ലെവൽ. എന്നാൽ അതിന് മുകളിൽ ബ്രേക്ക് ചെയ്തിരുന്നു എങ്കിലും ക്ലോസിംഗ് ലഭിക്കാതെ പെട്ടെന്ന് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് ജസ്റ്റ് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോകും. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റാണ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ പോയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 48,728, 849, 48,973 എന്നിങ്ങനെയുള്ള ലെവലുകളാണവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 47,915 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് നൽകിയാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഇന്നത്തെ ഡേയ്സ് ലോ 47,841 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തേക്കാം. അത്തരത്തിലൊരു ബ്രേക്കിങ്ങും ക്ലോസിങ്ങും ലഭിക്കുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും വീക്കാവാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 47,662, 383, 47,067 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 73,101 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 72,938 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി 73,875 എന്ന ലെവലാണ് കാണുന്നത്. എന്നാൽ അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസായി 73,666 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ
സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ, പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 73,875, 74,031, 74,281, 469 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ടാർഗറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ, പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്നാൽ ഗ്രാജുവലി ഈ ലെവൽ 72,784 എന്ന ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന മൈനർ സപ്പോർട്ടുകൾ ടാർഗറ്റുകളായി ലഭിക്കാം. എന്നാൽ 72,050 എന്ന ലെവൽ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പ്ലാൻ. ഇത് പഠനാർത്ഥം തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാനാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിധത്തിലും ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കോളൂ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കോളൂ എന്നുള്ള ഒരു ബൈയിങ് സജഷൻ ഒന്നുമല്ല. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നിങ്ങൾക്കും പഠനാവശ്യത്തിലേക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇത് റിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ്. ഞാൻ യാതൊരു വിധത്തിലും ഇത് സജസ്റ്റ് ചെയ്യുന്നതല്ല ആർക്കും വേണ്ടിയും. ഓക്കെ, എന്നാൽ ഇത് ലെവലുകൾ ഗുണകരമാണ് എന്നാണ് നിങ്ങളുടെ ബോധ്യമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്